നമസ്കാരം. സിബിൻ്റെ വിഷയം സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട്. ഇന്നലെ സിബിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ബിഗ് ബോസിനെതിരെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ആർക്ക് എഗെയിൻസ്റ്റാണ് ആ പേര്, ആ വോയിസ് ക്ലിപ്പിൽ ചോദിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ പേര് ചോദിച്ചു എല്ലാവരും. ഓക്കെ, അതിൽ സിബിൻ പറഞ്ഞിട്ടുള്ളൊരു മറുപടി ഉണ്ട്. ഞാനിത് കേസ് കൊടുക്കാൻ പോവുകയാണ്. ഇത് കൺസേൺ പോലീസ് സ്റ്റേഷനായ തമിഴ്നാട്ടിലുള്ള നസ്രത്ത് പേട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ FIR വരുന്ന സമയത്ത് FIRൽ ഇത് ആർക്കെതിരെയാണോ പരാതി ഉള്ളത് ആ വ്യക്തികളുടെ പേരുകൾ ഉണ്ടായിരിക്കും. അതുവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് സിബിൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സിബിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പ്രകാരം സിബിൻ കേസ് കൊടുത്തു. അതായത് നസ്രത്ത് പേട്ട് പോലീസ് സ്റ്റേഷൻ, ഓക്കെ, പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് ഒരു സ്റ്റേറ്റസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇൻസ്റ്റാ സ്റ്റോറി കണ്ടു. ജസ്റ്റിസ് വിൽ പ്രിവെയിൽ, ട്രൂത്ത് ഓൾവേസ് ട്രയംഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റസ് ഉണ്ട്. അതായത് സിബിൻ ഇതിൽ ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അറിയും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു വിഷയം, അതവിടെ പോയിക്കോട്ടെ, അത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. ഞാൻ ഈ സിബിൻ്റെ കേസിൽ ഞാനിതിൽ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചാൽ അറിയോ, വെറുതെ വന്നിരുന്ന് അതും ഇതും സംസാരിക്കല്ലാതെ എന്താണോ ആ വ്യക്തി ഉദ്ദേശിച്ചിട്ടുള്ളത്, അതായത് ബിഗ് ബോസ് ഷോ പൂട്ടിക്കുക. കുറേ ആൾക്കാർ പറഞ്ഞു ബിഗ് ബോസ് ഷോ നാളെ പൂട്ടാൻ പോവുകയാണ്, മറ്റന്നാൾ പൂട്ടാൻ പോവുകയാണ്, ഇവൻ കേസ് കൊടുത്തു. ഇതൊന്നുമല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഷോൻ്റെ പുറകിൽ നടക്കുന്ന അനീതി അത് ചില വ്യക്തികൾ ചെയ്യുന്നതാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. നിയമനടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയതിന് ശേഷം അതിനൊരു ജസ്റ്റിസ് കിട്ടുകയാണെങ്കിലും ജസ്റ്റിസ് അത് കോടതി വെറുതെ അങ്ങോട്ട് തീരുമാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കേസിൻ്റെ വഴിക്കായിട്ട് പോട്ടെ. ഓക്കെ, ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റിൻ്റെ, അല്ലെങ്കിൽ സിബിൻ അവിടെ ചെന്നിട്ടുള്ള എതിർത്ത കണ്ടസ്റ്റൻറ്റിൻ്റെ ആർമിയും അവർ സ്നേഹിക്കുന്നവരും എല്ലാവരും സിബിൻ അഗെയിൻസ്റ്റായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികം നമുക്ക് ഒരു ഫാൻ പേജസ് ഉണ്ടാവും. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു ഫാൻ ഫൈറ്റ് ഷോ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടായിരിക്കും. അത് സൈബർ ബുള്ളിങ്ങിലേക്ക് പോകും. നമ്മൾ അഗെയിൻസ്റ്റാണ് അതിനൊക്കെ. പക്ഷേ ദാറ്റ് ഈസ് ലൈക്ക് അത് എന്താ പറയുക, അത് അങ്ങനെയാണ്, അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വല്ലാതെ അതിൽ കിടക്കുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തോന്നുന്നത്. എസ്പെഷ്യലി ഒരാളെ മെൻ്റലാക്കുക. ഇതിന് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ മാനസിക രോഗിയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നതൊക്കെ ഭ്രാന്തായിരിക്കും, പിന്നെ അയാളുടെ വാക്കിലെവിടെയും വില ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബോധപൂർവം പലരും ശ്രമിക്കുന്നൊരു സിറ്റുവേഷൻ കണ്ടു. ഈ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഓളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഒഴുക്കിൽ ഇതിലൊന്നും പെടാത്ത, ഒന്നും അറിയാത്ത കുറേ അപ്പാവികളും അതിൽ കൂട്ടം കൂടി ചേർന്നിട്ട് ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് ബിക്കോസ് ദേ ലവ് സംബഡി ഈ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ അവരും അതിനനുസരിച്ച് പറയുന്നത് കേട്ടു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാതെ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക. പക്ഷേ നമ്മൾ ലേറ്റായി പോകും പല കേസസിലും നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിനോട്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് വെച്ചാൽ, ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളെ ആ വ്യക്തിനായിട്ടോ അവരെ മോശമാക്കിയിട്ടോ അങ്ങനത്തെ സംഗതി എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കടക്കുമ്പോൾ ഫസ്റ്റ് കാര്യം ഇതാണ് കേസിൻ്റെ അപ്ഡേറ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ വീഡിയോസ് ചെയ്തിട്ടില്ല. പല ആൾക്കാരും പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത് കണ്ടു. ഇതിനെക്കുറിച്ച് ഞാനൊരു അക്ഷരം ഉണ്ടാതിരുന്നതെന്ന് വെച്ചാൽ, പേഴ്സണൽ ലൈഫിൽ നമ്മൾ ടച്ച് ചെയ്ത് കിടക്കണ്ടല്ലോ. ഞാൻ കഴിയുന്നു അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അൺടിൽ ആൻഡ് അൺലെസ് ദ പേഴ്സണൽ ലൈഫ് ഇസ് ഡ്രാഗ്ഡ് ഓൺ ടു സോഷ്യൽ മീഡിയ എല്ലാവരും ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ്, അപ്പോൾ സിബിൻ്റെ പേഴ്സണൽ ലൈഫ്, അതായത് സിബിൻ്റെ എക്സ് വൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ചിന്തിച്ച ഫസ്റ്റ് എനിക്കൊന്ന് ഈ ഡിസ്കഷൻ വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് സിബിനും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സിബിൻ്റെ ഈ കാര്യങ്ങളാണ്. വൈ വുഡ് യു വോണ്ട് ടു ഡ്രാഗ് എ പേഴ്സണൽ തിങ് ടു ഇറ്റ്? പേഴ്സണൽ കാര്യങ്ങൾ, അതായത് അവർ എന്തിനാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് വെച്ചു. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് സിബിൻ്റെ എക്സ് വൈഫ് സീനിലേക്ക് വരുന്നു. അവർ പല കാര്യങ്ങളും പറയുന്നു, അവർ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, അവർ ഇൻസ്റ്റാഗ്രാം ലൈവിൽ പറയുന്നു, അവർ പോസ്റ്റ് ഇടുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ നമ്മുടെ കുറച്ച് ഫെലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിൽ സിബിൻ്റെ കാര്യം വന്ന സമയത്ത് സിബിൻ്റെ ഒരു ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി ആ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവർ ആരോപിക്കുന്നത് പോലെ സിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോരോഗിയാണ്, ഒരു മാനസിക രോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, കണ്ടില്ല ഇയാൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഫോട്ടോ, അതായത് സിബിൻ ഇങ്ങനെ ഇരിക്കുന്നു, തല ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ, പ്ലസ് അവിടെ താഴെ അതിന് തൊട്ടടുത്ത് ഒരു ടീപ്പോയി, ചെറിയൊരു ഗ്ലാസിൻ്റെ ടേബിൾ ഉണ്ട്, ടീപ്പോയി പൊട്ടിക്കിടക്കുന്നു. അതിന് താഴെ കുറച്ച് ബ്ലഡ് സ്റ്റെയിനും കാണുന്നു. ഓക്കെ, എന്നിട്ട് ഇതാണ് പറയുന്നത്, ഈ ഒരു കമൻറ്റും ഉണ്ട് ഇവരുടെ എക്സ് വൈഫിൻ്റെ ഒരു കമൻറ്റും. അതായത് എന്താ വെച്ചാൽ 2015 അതൊന്ന് സിബിൻ സ്റ്റാബ് ചെയ്തു, ഇവരെ
സ്റ്റാബ് ചെയ്തു, അതായത് കത്തിയെടുത്ത് കുത്തി. ഓക്കെ, അപ്പോൾ അന്ന് മുതലേ ഇയാൾ മാനസിക രോഗിയാണ്. പിന്നെ നിങ്ങൾ പറയുന്നതാണ് ഇയാൾ മാനസിക രോഗം ഇല്ല എന്നാണ് പറയുന്നത് എന്നുള്ളൊരു, അത് ബേസിക്കലി എന്താ വെച്ചാൽ ആ മാനസിക രോഗി പിന്നെ മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ള ആ ഒരു സംഗതി ഇയാൾക്ക് മെൻ്റലാണ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു രീതിയിൽ, അതായത് ആ ഒരു അത് കൊണ്ടുവരിക, അത് ഇൻസ്റ്റിൽ ചെയ്യുക പല ആൾക്കാരുടെ മനസ്സിലും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി സിബിൻ്റെ എക്സ് വൈഫ് കൊണ്ടുവന്നു. അത് പല സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ഏറ്റെടുത്തതായി കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനോട് ചോദിക്കുകയാണ്, ഞാൻ സിബിൻ്റെ എക്സ് വൈഫിനോടോ അവരോട് അറിയില്ല, കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട പ്രകാരം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാനുണ്ട്. നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞാൽ തിരക്കില്ലാതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫെലോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ വീഡിയോസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചതിനെക്കുറിച്ച് റെസ്പോൺസ് തന്നാലും മതി. പിന്നെ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ കമൻസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പക്ഷേ വീണ്ടും ഇതിനെക്കുറിച്ച് സൈബർ ബുള്ളി ചെയ്യാനും പല കാര്യങ്ങളും സിബിന് ഇയാൾ മെൻ്റലാണ് അതാണ് എന്നൊക്കെ പറയാൻ തോന്നാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ എന്നുള്ളത്. അതല്ല, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ മോശം കാണുകയാണെങ്കിലും നല്ലതാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അറിയാതെ ദയവേത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ഒന്നും അറിയാതെ. അൺലെസ് യു ആർ പെയ്ഡ് PR, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. കാരണം അതൊരു നല്ല പരിപാടിയല്ല. പിന്നെ അത് വലിയ പ്രത്യാഘാതങ്ങളും കാര്യങ്ങളും നാളെ നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും സൃഷ്ടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ഓക്കെ, ഇതിൽ 1 2 ഒരു 3 4 ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഫോട്ടോനെ കുറിച്ച് എനിക്കൊരു ഡൗട്ടുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ. അത് 4ാമത്തെ ആയിട്ട് നമ്മൾ ചോദിക്കും. ഓക്കെ, 4ാമത്തെ കേസാണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് കാര്യം, സിബിൻ്റെ എക്സ് വൈഫ് പറയുന്നു, സിബിൻ ഇവരുടെ വൈഫിനെ കുറിച്ച്, എക്സ് വൈഫിനെ കുറിച്ച് ഇൻ്റർവ്യൂസിൽ പല സ്ഥലത്തും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. ഓക്കെ, ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് സീരിയസ്ലി കേട്ടോ, അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് കാണുന്നവരോട് ചോദിക്കുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയിട്ടും ഇങ്ങനെ ഒരു സിബിൻ്റെ എക്സ് വൈഫിനെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെയും ഞാൻ കണ്ടില്ല കേട്ടോ. മേ ബി മൈ മിസ്റ്റേക്ക്, ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഗതി സിബിൻ പറഞ്ഞ വളരെ അവരെ മോശക്കാരിയാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ ഇവനെക്കുറിച്ച്, ഇവൻ സ്റ്റാബ് ചെയ്തു, ഇവൻ മെൻ്റൽ ഇതാണ്, അങ്ങനെയൊക്കെ മനസ്സിലായില്ല ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ അതുപോലെ സിബിൻ അവരുടെ എക്സ് വൈഫിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂസിൽ പറഞ്ഞു എന്നുള്ള ക്ലിപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മാപ്പ് പറയുന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ അത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെ സിബിനെ സ്നേഹിക്കുന്ന ആൾക്കാരും എൻ്റെ ഫോളോവേഴ്സായിട്ടിരുന്നാൽ അവർക്കും കാണാമല്ലോ അല്ലേ ഈ വീഡിയോ കാണുന്നതിൽ. ന്യായമായിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് തോന്നുന്നു വിചാരിക്കും കേട്ടോ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ആരോപണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ, ഓക്കെ, ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ട് സിബിൻ്റെ എക്സ് വൈഫിന് സംസാരിച്ചു എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് സിബിൻ പറഞ്ഞത് അവരുടെ എക്സ് വൈഫുമായിട്ട് കമ്പാറ്റബിൾ അല്ല, അവർക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് അവർ പിരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അഗെയിൻ സെക്കൻഡ് തിങ്. ഓക്കെ, പിന്നെ സിബിൻ അവിടെ സംസാരിച്ചുള്ളത് അതിനുശേഷം സിബിനുണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, വേറാസ് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് അവിടെയും സിബിൻ ഇയാളുടെ എക്സ് വൈഫിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അത് നിങ്ങൾ എവിടെയെങ്കിലും ക്ലിപ്പായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കമൻ്റ് അല്ല ചോദിക്കുന്നത് കേട്ടോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, നിങ്ങൾ അയച്ചു തരാം. ഓക്കെ, gopro.machan MACHAAN gopro.machan ആണ് കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ID അതിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, 2 മൂന്നാമത്തെ കേസ്, പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് എക്സ് വൈഫിൻ്റെ പേരോ കാര്യങ്ങളോ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കേസ് ഞാൻ അറിഞ്ഞത് പ്രകാരം, ഇൻഫർമേഷൻ പ്രകാരം സിബിനാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്ന് ഒരു ഹിയറിങ്ങും കാര്യങ്ങളും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. എന്തുകൊണ്ടാണ് അവർ ഇതുവരെ കോടതിയിലേക്ക് വരാതിരുന്നതെന്നുള്ളത് നിങ്ങൾ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും അന്വേഷിച്ചോ? ഒരുപാട് പേര് പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു കേട്ടോ. അതുകൊണ്ടോ ഞാൻ വീണ്ടും പറഞ്ഞു അവർ പെയ്ഡാണെന്നുള്ള അറിയില്ല. അല്ലാത്തവരോടാണ് ചോദ്യം. പെയ്ഡായിട്ട് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആൻസർ കിട്ടില്ല. നമ്മുടെ പറയുക ചുടലേക്ക് നോക്കി കൈ കാണിക്കാന്ന് പറയും. അപ്പോൾ അതായത് നമ്മളെ എന്താ പറയുക, നിങ്ങൾ ഈ ശവപ്പറമ്പിലേക്ക് നോക്കിയിട്ട് സലാം പറയണ പോലെയാണ്. പള്ളിക്കാട്ടിലേക്ക് സലാം പറയാമെന്ന് പറയും. അവിടെ നിന്നൊരു മടക്കുണ്ടാവില്ലല്ലോ സലാം. അതുപോലെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു മറുപടിയും കിട്ടില്ല. അല്ലാത്ത ആൾക്കാരോട് ചോദിക്കുകയാണ്. ഈ ഡിവോഴ്സ് പെറ്റീഷൻ സിബിൻ ഫയൽ ചെയ്തിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനാണ്. അതാണ് ശരിക്കും സംഭവം. അതിൽ എന്തുകൊണ്ട് അതിന് അപ്പിയർ ചെയ്തിട്ടില്ല, ഇതുവരെ അവരെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഇതാണ് നമ്മളെ 3rd പോയിൻറ്റ്. പിന്നെ 4ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, സിബിൻ്റെ ഒരു ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫോട്ടോ. ഈ ഫോട്ടോ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇവരുടെ മാരേജ് കഴിഞ്ഞ് 7ാമത്തെ ദിവസം എടുത്തിട്ടുള്ള പിക്ചറാണ്. 7ാമത്തെ ദിവസം, കല്യാണം കഴിഞ്ഞ് 7ാമത്തെ ദിവസം സിബിൻ സ്റ്റാബ് ചെയ്തു എന്നാണ് പറയുന്നത്. എൻ്റെ സംശയം കേട്ടോ.
ദാറ്റ്സ് ഓൾ മൈ ദിസ് തിങ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണെന്ന് അറിയുന്നല്ലോ, അല്ലാണ്ട് എനിക്ക് ആരെയും വിളിച്ചു ചോദിക്കണോ, വി ഡോണ്ട് വാണ്ട് ഇറ്റ്. പക്ഷേ അതെന്താ വെച്ചാൽ വീണ്ടും ഞാൻ പറയുന്നത് പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത് കൊണ്ടുവന്നൊരു സംസാരിച്ച ഞാൻ അവരും മോശമായിട്ട് പറയില്ല കേട്ടോ. അവർ മേ ബി അവർക്ക് അങ്ങനെ ആയിരിക്കും, മേ ബി ദേ ആർ റൈറ്റ്, അവർ സത്യമായിരിക്കാം അല്ലേ. പക്ഷെ നമ്മളതൊരു സംശയമാണ് അല്ലേ, ഞാനല്ല സംശയം. ഒന്ന് ചിന്തിച്ച് നോക്കൂ, കല്യാണം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഒരു വ്യക്തി അയാളെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു വൈഫിനെ കത്തിയെടുത്ത് കുത്തുന്നു, അതിൻ്റെ ബ്ലഡ് നിലത്ത് കാണുക എന്ന് പറയുന്ന സിറ്റുവേഷനോ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അത് വെച്ചാൽ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ വൈഫ് അന്ന് അവർ പരാതിപ്പെട്ടിട്ടില്ലേ പോലീസിൽ അല്ലേ, എന്നെ ഭർത്താവ് കത്തിയെടുത്ത് കുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചില്ലറ കാര്യമില്ലല്ലോ. മാത്രമല്ല അവരുടെ കൂടെ പിന്നെ എനിക്കൊന്ന് 3 വർഷം ഒറ്റ ജീവിക്കുകയും ചെയ്തു അല്ലേ. അങ്ങനെ ജീവിച്ച സമയത്ത് അതിലൊരു കുട്ടി ഉണ്ടായി അവർക്ക്. അപ്പം അന്നൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്ന് എന്നുള്ള ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നമ്മളൊന്നും പറയില്ല, ഐ എം നോട്ട് അറൈവിങ് അറ്റ് എനി ഇൻഫറൻസ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു? ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഈ ഫോട്ടോ എടുത്തിട്ടുള്ളൊരു ഡേറ്റും ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? ഇതൊരു കാര്യം. പിന്നെ 2021 സിബിൻ പെറ്റീഷൻ കൊടുക്കുന്നത്. അതിനുശേഷം 2023 സിബിൻ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, ഒരു ചെറിയ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പക്ഷെ അതിലും സിബിൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ. ആ 2003 കൊടുത്ത ഇൻ്റർവ്യൂവിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് വന്നിട്ടാണ് അപ്പോൾ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുള്ളത്? അത്രയും ദിവസം ഇല്ലാത്തൊരു സംഗതി എന്തുകൊണ്ട് അപ്പം ഉണ്ടായി? ഇതെല്ലാം നടക്കുന്നത് ഈവൻ ബിഗ് ബോസ് ഹൗസിനകത്തോ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് സിബിൻ കയറുക എന്നുള്ള സിറ്റുവേഷനും കൂടി അല്ല വരുന്നത്. ഈ സംഗതികളൊക്കെ നടക്കുന്നത്, ഈ കമൻറ്റും എല്ലാ സംഭവങ്ങളും നടക്കുന്നത് സിബിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പുറത്തെത്തിക്കഴിഞ്ഞു. സിബിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിനിടയ്ക്ക് വേറൊരു യൂട്യൂബർ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരലും അതിന് മറുപടിയായിട്ട് മറ്റൊരാൾ കൊടുക്കലും പിന്നെ ആ 2 വീഡിയോ അപ്രത്യക്ഷമാവുന്ന സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടായി കേട്ടോ. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എവറിബഡി വിൽ ഹാവ് ദെയർ ഓൺ ജസ്റ്റിഫിക്കേഷൻസ്. പക്ഷേ ഇതെൻ്റെ സംശയം മാത്രം, ജസ്റ്റിഫിക്കേഷൻസ് ഇല്ല, ഓൺലി സംശയം. ഓക്കെ. സിബിൻ അന്ന് ആ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ 2023 കൊടുത്തിട്ട് അതിൻ്റെ കമൻ്റ് ഇട്ട ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ സിബിൻ പറഞ്ഞാൽ അതിൽ മോശമാക്കിയിട്ട് പറഞ്ഞില്ല. സിബിൻ പറഞ്ഞ 23ാമത്തെ വയസ്സിൽ, പക്വത ഇല്ലാത്ത പ്രായമാണ് 23ാമത്തെ വയസ്സിൽ ആരും കല്യാണം കഴിക്കരുത് എന്നുള്ള അയാളുടെ ഒരു അനുഭവം വെച്ച് ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പറയുക, നിങ്ങളാരും ആ കല്യാണം കഴിക്കരുതല്ല, ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് പക്വത ഇല്ലാത്ത പ്രായം, ക്യാൻ ബി എനിത്തിങ് അല്ലേ, അതെന്ത് കാര്യങ്ങളാണെന്ന് അറിയില്ല, അത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ഒരു കമൻറ്റ് പിന്നീട് ഇടുന്നു. ഓക്കെ. പിന്നീട് സിബിൻ തിരിച്ചു വന്നതിന് ശേഷം സിബിനുള്ള സൈബർ ബുള്ളിയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ മൊത്തം സിബിന് സൈബർ ബുള്ളിയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ മെൻ്റൽ ഈ ഒരു സംഗതി വരുന്ന സമയത്ത്. അപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വീണ്ടും പൊങ്ങി വരുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഇല്ലാത്തൊരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടായത്? പിന്നെ ഒരുപാട് പറയുന്നത് ചാറ്റ്സ് ഉണ്ട്, മറ്റേ റിലേഷൻഷിപ്പ് ചാറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും പുറത്ത് വന്നതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെയും കണ്ടു എന്ന് എനിക്കറിയില്ല. ഓക്കെ. അങ്ങനെ വല്ല ചാറ്റ്സ് ഉണ്ടെങ്കിൽ പുറത്ത് വിടാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനൊക്കെ ശേഷം 4th ജംഗ്ഷൻ എന്ന് പറഞ്ഞ ചാനൽ, കണ്ണൻ്റെ ചാനലല്ല സോറി, ഇൻസ്റ്റാഗ്രാം പേജിൽ 4th ജംഗ്ഷനിൽ സിബിൻ്റെ എക്സ് വൈഫ് അവർ ലൈവിൽ വന്നു. ഓക്കെ. ലൈവിൽ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇയാളും അങ്ങോട്ട് പോയി ജോയിൻ ചെയ്തു, സിബിനും ജോയിൻ ചെയ്തു. ഓക്കെ. ജോയിൻ ചെയ്തിട്ട് അവരവിടെ സംസാരിച്ചിട്ട് അവർ പറയുന്ന ഡിമാൻഡ്സൊക്കെ, ഈ ഡിവോഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യം കൊണ്ട് അവർ പറയുന്ന ഇതൊക്കെ കംപ്ലീറ്റ് ഇവർ അംഗീകരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. നമ്മൾ മനസ്സിലാക്കിയതും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതാണ്. ആ ഇൻസ്റ്റാഗ്രാം ചാറ്റ് ലൈവ് എൻഡ് ചെയ്തോടുകൂടി ഇവിടെ സിബിനും അവരുടെ എക്സ് വൈഫും തമ്മിലുള്ള സംസാരിച്ചിട്ട് ദേ ബോത്ത് അഗ്രീഡ് ഓൺ സംതിങ് ദാറ്റ് ഇത് ഇവിടെ ക്ലിയറായി, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവർ ചോദിച്ച കാര്യങ്ങളോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ആയിരിക്കണം, വാട്ടെവർ. ഇത് എൻഡ് ചെയ്തതിന് ശേഷം ഇന്നലെ വീണ്ടും വേറെ ഒരു ചാനലിൽ, ഓക്കെ, മഴവില്ലോ അങ്ങനത്തെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അവർ വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്തത് കണ്ടു. എന്തുകൊണ്ട് ഇതിങ്ങനെ ആ ഒരു സംഗതി കംപ്ലീറ്റ് സെറ്റിലായ സംഭവത്തിൽ നിന്ന് പിന്നെയും വീണ്ടും ഈ ഒരു ഡിസ്കഷൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല റൂമേഴ്സ് ഉണ്ട്, ആൾക്കാർക്ക് പറയാൻ പറ്റില്ലാത്തതൊന്നുമില്ലല്ലോ അല്ലേ. ഏഷ്യാനെറ്റ് പുറകിലുണ്ടായിരിക്കാം, മറ്റൊരു പുറകിലുണ്ട്, കോർപ്പറേറ്റ്സ് പുറകിലുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ, ഞാനൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നിരിക്കും, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നുമായിരിക്കാം, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. പക്ഷേ എനിക്ക് ഈ ചില സംശയങ്ങൾ എനിക്ക് വന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് കിട്ടിയൊരു സംഭവം, ഒരു ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞത് പറയുകയെങ്കിൽ, അതായത് ഇത്രത്തോളം ചെയ്ത സമയത്ത് ഞാനിത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഞാൻ എന്തായിരിക്കും ഇൻഫർമേഷൻ കിട്ടിയില്ലയോ എന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു ഫോട്ടോയിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഒരു ഗ്ലാസിൻ്റെ ടീപ്പോയി ചെരിഞ്ഞ് വീണ് പൊട്ടിയപ്പോൾ അതെടുത്ത് മാറ്റിയപ്പോൾ പോയ സിബിൻ്റെ ചോര തന്നെയാണ് എന്ന് ഒരു ഇൻഫർമേഷനുണ്ട്. ഓക്കെ. അത് സത്യമാണോ അറിയില്ല, നിങ്ങൾ പറയാം, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് ചെയ്തു എന്ന് ഒരു മനുഷ്യരാണ്, പുരുഷനോ സ്ത്രീയോ ആയിരിക്കട്ടെ, എല്ലാവരും ഈക്വലാണല്ലോ, പുരുഷനാണെങ്കിലും മാനല്ലേ, എന്നാൽ ആലോചിച്ച് നോക്കൂ അല്ലേ. ഞാനും അവരെയും മോശമാക്കിയിട്ട് പറയുന്നില്ല കേട്ടോ, നമുക്കറിയില്ല അല്ലേ.
അപ്പോൾ ഇങ്ങനെ സ്റ്റാബ് ചെയ്ത് ഒരു മനോരോഗിയാണെന്നുള്ള ഒരാളെ പറഞ്ഞ് ചിത്രീകരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അയാളുടെ മെൻ്റൽ സ്റ്റേറ്റും അയാൾ അണ്ടർഗോ ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ഇഫ് ഹീസ് നോട്ട്, അയാൾ അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു മനക്കെട്ടില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിലോ എന്താവും അയാളുടെ സിറ്റുവേഷൻ. അന്ന് നടന്നിട്ടുള്ളത് ഇങ്ങനെ സാധാരണ ടീപ്പോയി വീണ് പൊട്ടി അതുകൊണ്ട് സ്വയം കൈ മുറിഞ്ഞ ചോരത്തുള്ളികൾ. പിന്നെ ഇതൊക്കെ എന്തിനാ എല്ലാവരും ഫോട്ടോ എടുത്ത് വെക്കുന്നത്? ഞാനത് ചിന്തിക്കും കേട്ടോ. വൈ ഡു പീപ്പിൾ ടേക്ക് ഫോട്ടോഗ്രാഫ്സ് അല്ലേ? ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എന്തിനാണ് ഫോട്ടോ എടുത്ത് വെക്കുന്നത്? ടു ഷോ സംബഡി, അതോ പിന്നീട് യൂസ് ചെയ്യാനാണോ? സംശയം കേട്ടോ. വൈ ഡു പീപ്പിൾ റെക്കോർഡ് കോൾസ്? എനിക്ക് എപ്പോഴുള്ള സംശയം, വൈ ഡു പീപ്പിൾ റെക്കോർഡ് കോൾസ്? ആൾക്കാർ എന്തുകൊണ്ടാണ് ടു യൂസ് ഇറ്റ് സമ്മതി, അല്ലെങ്കിൽ സ്വയം കേൾക്കാനെന്ന് പറയാം. പക്ഷേ കോൾ റെക്കോർഡ്സൊക്കെ സ്വയം കേൾക്കേണ്ട സിറ്റുവേഷൻ വരും. ചിലപ്പോൾ വരാം അല്ലേ? കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് പറഞ്ഞു ചിന്തിച്ചിട്ട് ചിലപ്പോൾ വരാം അല്ലേ? അത് വരാം. പക്ഷേ ഈ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് എന്തിനാണെന്നെങ്കിൽ മനസ്സിലാവില്ല. മേ ബി നമ്മൾ അങ്ങനത്തെ ചിന്തിക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല. പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ, നിങ്ങളെ കോമൻറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട സമയത്ത് എനിക്കൊരു 4 ചോദ്യങ്ങൾ ചോദിക്കണം തോന്നി. മോശമായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു, ഇതുവരെ ആരും വന്ന് കണ്ടില്ല. ഇതൊന്നും നമ്മൾക്ക് കിട്ടിയ അറിവ് പ്രകാരം കേട്ടോ. തിരിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ചർച്ചയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഓഫ് വീഡിയോസ് ചെയ്യാനും നമുക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത കോണ്ടൻറ്റ് നോക്കിയപ്പോൾ ഒരേ കോണ്ടൻറ്റ് തന്നെ പിടിച്ചു പോകണമെന്നൊന്നുമില്ല. വെരി ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദിസ് ഫോട്ടോഗ്രാഫ്. ഇന്നൊരു മനുഷ്യൻ്റെ ഫോട്ടോഗ്രാഫ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലഡൊക്കെ ആയിട്ട് ഇങ്ങനെ തലയിൽ കഴിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അത് കറക്റ്റ് അല്ലെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇൻ്റർവ്യൂവിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന് പോകുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ ഡിഫോമേഷൻ കേസൊക്കെ ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഫയൽ ചെയ്യുമോ അറിയില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വി ഡോണ്ട് നോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഏകദേശം 16 മിനിറ്റ് ആയി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സംഗതികൾ സിബിനെ സ്നേഹിക്കുന്നവർ കൂടെ എനിക്കെന്തോ ഞാൻ ഈ കേട്ടോടത്തോളം ഓക്കെ സ്നേഹിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ നോക്കാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. അതല്ല ഹെയ്റ്റ് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് യു മൈറ്റ് ഹാവ് യുവർ ഓൺ റീസൺസ് ടു ഹെയ്റ്റ് അല്ലേ? അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യാതിരിക്കുക, ഒന്നും അറിയാതെ ചെയ്യാതിരിക്കുക. വെറുതെ നിങ്ങൾ എഴുതി വരുന്നൊരു കമൻ്റ് ഒരു മനുഷ്യന് അപ്പുറത്തുണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം അല്ലേ? ചിലപ്പോൾ മനുഷ്യർക്കൊക്കെ പറ്റും അല്ലേ? നമുക്കും പറ്റും, എനിക്കും ചിലപ്പോൾ പറ്റിയിട്ടുണ്ട്. നമ്മളറിയാത്ത കാര്യം പറയും, അത് പക്ഷേ തിരുത്തും. ഓക്കെ. അതൊക്കെ നമുക്ക് തിരുത്താനുള്ളൊരു മീഡിയയും കാര്യങ്ങളുണ്ട്, അതിലൂടെ ഒന്ന് നമ്മൾ തിരുത്തും. പക്ഷേ ഒന്നും അറിയാത്ത സിറ്റുവേഷനിൽ കമൻ്റ് ഇടുന്ന സമയത്ത് ആ കോമൻസും കാര്യങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം അയാൾ വിഷമിക്കുന്ന സമയത്ത് എന്തോ ഒരു സുഖമുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്ത മാതിരി ആ ഒരു കേസിൻ്റെ ഒരു അപ്ഡേറ്റ് അതും നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താ അപ്ഡേറ്റ്സ് എന്നുള്ള കാര്യം പുറം ലോകം എന്തായാലും അറിയും, അറിയാതിരിക്കില്ല. ഇനി ഇത് ആ ഇൻ്റർവ്യൂറൊക്കെ ചോദിച്ചാൽ ആരാണത് ആൾ എന്നൊക്കെയാണല്ലോ അവർക്ക് അറിയേണ്ടി വരുന്നത്. അപ്പോൾ ആ ആളെ പേരും കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ അടുത്തേക്ക് പോവാം മൈക്കൊക്കെ എടുത്തിട്ട്. പക്ഷെ നമ്മൾ ആരുടെയും മൈക്ക് എടുത്ത് പോകുന്നില്ല, നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും, ഈ ഒരു ക്യാമറയിലുണ്ടാവും. ഓക്കെ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നില്ല, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബിഗ് ഹെൽപ്പാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എത്ര പേര് സിബിനെ ഇഷ്ടപ്പെടുന്നവരെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. സിബിനെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ. ഓക്കെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. സമയത്തിനനുസരിച്ച് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ടേക്ക് കെയർ. ബൈ. സമയത്തിനനുസരിച്ചല്ല, സമയം ഉണ്ടാക്കി റിപ്ലൈ ചെയ്യും. തിരക്കായതുകൊണ്ടാണ് ഞാൻ പല ഇതിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ മിസ്സായി പോവാണ്. അപ്പോൾ സുഖമല്ല, എല്ലാവരും ഉഷാറായിട്ടിരിക്കും കേട്ടോ. ടേക്ക് കെയർ. ബൈ.